ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷ് പി വി വ്ളോഗ്സിൻ്റെ പത്രപാരായണത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. 2026 ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച, കൊല്ലവർഷം 1201, കർക്കിടകം 19. ഓക്കെ, അപ്പോൾ നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. ദുരിതക്കയത്തിൽ തീവ്ര മഴ തുടരും. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവർക്ക് 8 ലക്ഷം രൂപ വെച്ച് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സർക്കാർ. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാനുള്ള സഹായധനം 10 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയായി ഉയർത്തി. നല്ല കാര്യമാണ് അല്ലേ? അത് നല്ലതെന്ന് പറയുമല്ലോ. ഡാമുകളിൽ വെള്ളം 42.57 ആയി എന്ന് നമ്മുടെ സണ്ണി ജോസഫ് പറയുന്നുണ്ട്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡാമിൽ വെള്ളമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോഴും വാങ്ങേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് പറയുന്നത്. മഴ ഈ ഡാമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ മഴ ലഭിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ ഇടതുഭാഗത്ത് വലിയൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കൈവിടില്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനും ചേച്ചിയും അവരുടെ കുടുംബം കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം പിടിച്ച് കയ്യിലൊരു പൂച്ചക്കുട്ടി പിന്നെ ഒരു പട്ടിക്കുട്ടിയായിട്ട് വെള്ളത്തിലൂടെ ആ ചേട്ടൻ്റെ മുട്ടിന് മേലെ വെള്ളമുണ്ട്. അപ്പോൾ ആ കണ്ടീഷനിലാണ് അവർ നടന്നു വരുന്നത്. വീട്ടിൽ വെള്ളം കയറിയതോടെ പത്തനംതിട്ട ആറന്മുള പാരമ്പൂട്ടുംപടിയിലെ സംഗീത് തൻ്റെ വളർത്തുനായ സുക്കീനെയും പൂച്ച ചിപ്പിയെയും തോളിലേറ്റി രക്ഷപ്പെടുത്തുന്നു. തെരുവിൽ നിന്ന് 2 അരുമകളെയും എടുത്തു വളർത്തിയിരുന്നു എന്നാണ്. അപ്പോൾ അതെന്തായാലും ഒരു സന്തോഷം നൽകുന്ന കാഴ്ചയും അതിൻ്റെ കൂടത്തെ സമ്മിശ്രമായിട്ട് വേദനാജനകമായ ഒരു കാഴ്ചയും കൂടെയാണ്. കാരണം തെരുവിൽ നിന്ന് എടുത്തു വളർത്തുന്നതും എടുത്ത് അതുങ്ങളെ കൈവിടാണ്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം പുറത്തേക്ക് വരുന്നത് ഒരു പ്രത്യേക കാഴ്ചയാണ്. ED ആക്രമിച്ച CPM പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതും ഒരു വാർത്തയാണ്. CJP സമരക്കേസുകൾ സംസ്ഥാനങ്ങൾക്ക് പിൻവലിക്കാം. ഗുരുതര കുറ്റകൃത്യമുള്ളവരുടെ കേസ് തുടരാമെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു, രതീഷ് രാജിവെച്ചു എന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരം കശുവണ്ടി ഇറക്കുമതി കേസിൽ 1-ാം പ്രതിയായ കശുവണ്ടി കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ K. രതീഷ് സർക്കാരിൻ്റെ എല്ലാ പദവികളും രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണിത്. അദ്ദേഹം സർക്കാർ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തുടരുന്നതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. BJPയെ തകർത്ത് ബംഗിപ്പൂരിൽ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നുണ്ട്. ന്യൂഡൽഹി ഉപതെരഞ്ഞെടുപ്പ് മധ്യപ്രദേശിൽ കോൺഗ്രസ്, ഗുജറാത്തിൽ BJP എന്ന് പറയുന്നുണ്ട്. കഞ്ചിക്കോടിന് സാധ്യത മങ്ങി, അതിവേഗ റെയിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. വിട്ടുപോയ ഉത്തരങ്ങളുടെ മൂല്യനിർണ്ണയം തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിൽ വിട്ടുപോയ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ പരീക്ഷാ വിഭാഗങ്ങൾക്ക് PSC നിർദ്ദേശിച്ചു എന്ന് പറയുന്നുണ്ട്. ബ്രിജ്ഭൂഷണെ കുറ്റവിമുക്തനാക്കി എന്ന് പറയുന്നുണ്ട്. ഗുസ്തി താരങ്ങളുടെ ലൈംഗിക അതിക്രമ പരാതിയിലാണ് ബ്രിജ്ഭൂഷണെ കുറ്റവിമുക്തനാക്കിയത്. കൂട്ടുപ്രതിയും കുറ്റവിമുക്തനായി എന്ന് പറയുന്നുണ്ട്. പരാതി ഗൂഢാലോചന എന്ന് ബ്രിജ്ഭൂഷൺ. പോരാട്ടം തുടരും എന്ന് പറയുന്നുണ്ട്. വിനേഷ് ഫോർട്ട് ഇതിനെതിരെയുള്ള പോരാട്ടം തുടരും എന്ന് പറയുന്നുണ്ട്. സാമൂഹ്യ നീതിക്ക് ഭൂഷണമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗുരുവായൂർ വെർച്വൽ ക്യൂ ഇന്നു മുതൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗുരുവായൂരിൽ ഇന്നു മുതൽ വെർച്വൽ ക്യൂ ആയിരിക്കും. ഗുരുവായൂർ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ചൊവ്വാഴ്ച ആരംഭിക്കും. രാവിലെ 7 മണി മുതൽ 8 മണി വരെ. ആദ്യഘട്ടം ഓൺലൈനിൽ ബുക്ക് ചെയ്തതിൻ്റെ രസീതുമായി അരമണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യണം. കിഴക്കേക്കോട്ടയുടെ പൊതു ക്യൂ പന്തലിൻ്റെ വടക്കേ അറ്റത്തെ വഴിയാണ് വെർച്വൽ ക്യൂ ദർശനത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രത്യേകം വാർത്ത ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. സ്പോർട്സ് പേജിൽ വാർത്തയില്ലെന്ന് ചിലർ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ദൂരം പോകുന്ന കാരണം വരവായി നിയാ നസ്നിൻ എന്ന് പറയുന്നുണ്ട്. ക്രിക്കറ്റിലെ വെൽക്കം ടു ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ അണ്ടർ-20 ടീമിൽ വിദേശ ലീഗുകളിലെ 3 താരങ്ങൾ എന്ന് പറയുന്നുണ്ട്. റെസ്റ്റ് ഇൻ പേസ് എന്ന് പറയുന്നുണ്ട്. ബുംറേൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പേസ് ബൗളിംഗ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്.
ബുംറയും മുഹമ്മദ് സിറാജും കഴിഞ്ഞാൽ വിശ്വസിച്ച് പന്തേൽപ്പിക്കാനുള്ള ബൗളറിയാത്ത അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. അപ്പോൾ നാളെ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ബൈ ബൈ ടാറ്റാ സി യു.